ഞങ്ങളെല്ലാവരും കൂടെ ഒരു മൂവിക്ക് ഇറങ്ങിയതാണ്, കാട്ടാളൻ മൂവി. പെപ്പയുടെ സിനിമ ആയതുകൊണ്ട് തന്നെ വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാട്ടോ ഞങ്ങൾ പോകുന്നത്. ഹൈലൈറ്റ് മാളിലാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ എന്തൊക്കെയോ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം ഇവരുടെ താളം പിടിച്ച് അവിടെ സൈഡായിട്ട് നിന്നു. പിന്നെ നമ്മൾ ടൈം വരുന്നത് 7:45 പടം തുടങ്ങുന്നത്. അപ്പം പൈലക്സിയിലാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല ക്രൗഡഡ് ഉണ്ടായിരുന്നു ഇവിടെ എത്തിയപ്പോൾ സമയത്ത്. ഓൾറെഡി ഹൈലൈറ്റിൽ ഇവിടെ പരിപാടി നടക്കുന്നുണ്ട്, അതിൻ്റെ ആൾക്കാരുണ്ട്. മൊത്തത്തിൽ ഭയങ്കര തിരക്കുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അങ്ങനെ നമ്മളിവിടെ കയറുകയാണ് തിയേറ്ററിനുള്ളിലേക്ക്. ഞങ്ങൾ ഏറ്റവും പുറകിലത്തെ സീറ്റിലാട്ടോ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. സ്ക്രീൻ ഒരു രക്ഷയില്ല. പൈലക്സിലെ സ്ക്രീൻ അടിപൊളിയാണ് കേട്ടോ. നമുക്ക് നല്ല വിസിബിലിറ്റി ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ പടമെല്ലാം തുടങ്ങി, ഇൻ്റർവെല്ലായി. ആരുടെയും ഒച്ച എനക്കൊന്നും കേൾക്കുന്നില്ല. എല്ലാവരും ഭയങ്കര സൈലൻറ്റ് മൂഡിലാണ് കേട്ടോ ഈ സിനിമയൊക്കെ കാണുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു എന്താണ് പെപ്പേൻ്റെ ഇൻട്രോഡിന് പോലും ഒരു കയ്യടി പോലും വന്നിട്ടില്ല. പിന്നെ എന്താ പറയുക, വൺ ടൈം വാച്ച് അത്രേ ഉള്ളൂ, ഒന്നും പറയാനില്ല അതിനെക്കുറിച്ചിട്ട്. കണ്ടുപോയില്ലേ. അങ്ങനെ കാശ് മുതലാവാത്തതിൻ്റെ സങ്കടത്തിൽ ഞങ്ങളെല്ലാവരും അവിടുന്ന് യാത്ര ചെയ്യും. നല്ല തിരക്കുണ്ടായിരുന്നു. പുറത്തിറങ്ങിയപ്പോൾ നല്ല മഴയുണ്ടായിരുന്നു. പിന്നെ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വിലക്കൊക്കെ നടക്കാനുള്ള അലങ്കാരയിലാണ് കയറിയത്. ഇപ്പോൾ തന്നെ ഏകദേശം ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് കിട്ടുന്ന എന്തെങ്കിലും ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളെല്ലാവരും ഒരു അൽഫാം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ല, ഫുഡൊക്കെ ഓക്കെയാണ്. പിന്നെ നേരെ വീട്ടിലേക്ക് പോയി മൂവി കണ്ടതിൻ്റെ കഥകൾ പറഞ്ഞ് ഞങ്ങളൊരു വഴിയായി. പിന്നെ മിണ്ടാതെയായി എല്ലാവരും. അങ്ങനെ എന്താ പറയുക, പ്രതീക്ഷിച്ച പോലെ അങ്ങ് കയറി കൊളുത്തിയില്ല, അതാണ് പ്രശ്നം. അടിപൊളി ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ്, അത് ഒരു രക്ഷയില്ലായിരുന്നു, അത് പറയാണ്ടിരിക്കാനും വയ്യ. പിന്നെ സ്റ്റോറി ഉണ്ടെങ്കിലല്ലേ ഒരു മൂവി ഒരു സക്സസ്ഫുൾ ആവുള്ളൂ. ഇതൊരു മാതിരി സ്റ്റോറി, KGF പുഷ്പയും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള സ്റ്റോറി പോലെ തോന്നി എനിക്ക്. അപ്പോൾ അത്രയ്ക്കുള്ളൂ ഗൈസ്, ബൈ.